നമസ്കാരം, നൗഫലാണ്. പിന്നെ ഇന്നിപ്പം എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ മൊത്തം എന്താ പറയുക ഭയങ്കര വൈറലായിക്കൊണ്ട് ഒരു സംഭവമാണ് സവാദ് മസ്താനി എന്നുള്ള വിഷയം. കാരണം ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ എന്താ പറയുക നീതിക്ക് വേണ്ടിയിട്ട് വിഭാഗക്കാരും, അതായത് മസ്താനി ആയാലും അതുപോലെ തന്നെ സവാദ് ആയാലും രണ്ടുപേരും എന്താ പറയുക നീതിക്ക് വേണ്ടിയിട്ട് പൊരുതിയിട്ടുണ്ട്. മസ്താനിയുടെ ഭാഗത്തായിട്ട് കുറേ ആളുകൾ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സവാദിൻ്റെ ഭാഗത്തും കുറേ ആളുകൾ വന്നിട്ട് അവർ സപ്പോർട്ട് ചെയ്തിട്ടും കാര്യങ്ങൾ. കാരണം ബസ്സിൽ സ്ത്രീകളെ അനുഭവിക്കുന്ന അവസ്ഥകൾ എന്താണ് സമൂഹത്തിൽ കാണിച്ചു കൊടുത്തു മസ്താനി. അപ്പോൾ അതിന് മസ്താനിക്കെതിരെ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് പൊതുസമൂഹത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളാണ് കിട്ടിയത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ സവാദിനെതിരെയും, കാരണം സവാദിനെതിരെ കള്ളപ്രചരണമാണ് മസ്താനി എന്ന വ്യക്തി സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്തിട്ടാണ് എന്താ പറയുക ഇങ്ങനെ വന്നിട്ടുള്ള വൻ പ്രചരണം കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലമായിട്ട് 6 മാസങ്ങളായിട്ട് ഹൈഡായിട്ട് ഇടുന്ന ഒരു ഒരു സബ്ജക്റ്റ് ആയിരുന്നു മസ്താനി സവാദ് പ്രോബ്ലം. സോ സവാദിന്റെ പ്രോബ്ലം ഇതുവരെ എന്താണ്, മസ്താനി പല എന്താ പറയുക വീഡിയോസിലും പല അഭിമുഖത്തിലും മസ്താനിന്റെ എന്താ പറയുക ഭാഗത്തു നിന്ന് പ്രതികരണം നടത്തിയിട്ടുണ്ട്. സോ 6 മാസത്തിന് ശേഷം ഇന്നാണ് സവാദ് എന്താ പറയുക ഈ ഒരു അഭിമുഖമായിട്ട് വന്നത്. കാരണം ഞാൻ നിരപരാധിയാണെന്നുള്ള രീതിയിലുള്ള സംസാരം കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത്. സോ എന്താ പറയുക ആ ഒരു വാക്ക് കേട്ടപ്പോൾ എന്താ പറയുക നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുണ്ട്. ആ കേട്ടപ്പോൾ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലാണ് എനിക്ക് മനസ്സിലായത്. ആർക്കും ഉൾക്കൊള്ളാൻ പറ്റൂല എന്നുള്ള രീതിയാണ് എനിക്കിപ്പോൾ മനസ്സിലായത്. കാരണം വേറെ ഒന്നും ഉണ്ടല്ല, സോഷ്യൽ മീഡിയയിൽ ഈ സവാദ് എന്ന് പറഞ്ഞ ആളെ ആക്റ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഫേമസ് ആവാനിരിക്കാനും താല്പര്യമില്ല. സോ ഹൈഡായിട്ട് എടുക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മുകളിലേക്ക് റീച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് മസ്താനിയുടെ സുഹൃത്തും ഇങ്ങനെ ചെയ്തതാണെന്ന് സവാദ് പറയുന്നത്. ഏകദേശം 5 മിനിറ്റ് 10 മിനിറ്റ് യാത്രക്കിടയിലാണ് ഈ സവാദും അതുപോലെ തന്നെ ഈ ഒരു ഇഷ്യൂസ് നടക്കുന്നുണ്ട്. സവാദിൻ്റെ പേരിൽ ഈ ഒരു ഇഷ്യൂ സവാദ് ഇഷ്യൂസ് ഈ ഒരു 10 മിനിറ്റിലാണ് നടക്കുന്നത് എന്ന് പറയുന്നത്. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയാനുള്ളത്, രണ്ടുപേർക്കും നീതി ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. കാരണം തെറ്റുകാരാരാണെന്ന് ആരും മനസ്സിലാക്കിയിട്ടില്ല. സോഷ്യൽ മീഡിയ ഒന്നടക്കം എന്താ പറയുക മസ്താനിനായാലും സവാദിനായാലും ഒന്നടക്കം കടിച്ചു കീറി കൊല്ലാണ്. സവാദിൻ്റെ ഭാഗത്ത് ഒരുപാട് ആൾക്ക് മെൻസ് അസോസിയേഷൻ എന്നാണ് ഒരു ഫേദ്വന് വരുന്നത്. അതുപോലെ തന്നെ സ്ത്രീ സംരക്ഷണ മേഖലയിൽ തന്നെ സ്ത്രീകൾക്ക് അതിക്രമം നേരിടുന്ന, പ്രത്യേകിച്ച് ബസ്സിൽ അതിക്രമങ്ങൾ നേരിടുന്ന സംഭവത്തിനെ പറ്റി മസ്താനി സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വിഭാഗം ജനങ്ങൾ വേറെ തന്നെ സപ്പോർട്ടിങ്ങിന് വരുന്നുണ്ട്. സോ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഈ സവാദ് ഇപ്പം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് മനസ്സിലാക്കുന്നത്. ഒരാളെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ ഒരിക്കലും നമ്മൾ എന്താ ചെയ്യുക അയാളെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. സോ അതാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത്. സോ മസ്താനി എന്നുള്ളത് അവരെ കൂടെയുള്ള ആളെ തന്നെ അന്ന് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഭയങ്കര റീച്ച് ആയിക്കൊണ്ടിരുന്ന സമയത്താണ്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ മസ്താനി പറയുന്നുണ്ട്, റീച്ച് ആവുകയാണെങ്കിൽ റീച്ച് ആയിക്കോട്ടെ, എനിക്ക് അതിന് റീച്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ള രീതിയിലാണ് അന്ന് മസ്താനി അഭിമുഖത്തിൽ കൊടുത്തത്. സോ ഇത്രയും 6 മാസമായിട്ട് സവാദ് ഇതുവരെ അതിനൊരു പ്രതികരണം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സോ ഇപ്പോഴാണ് അതിനൊരു പ്രതികരണം കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത്. അപ്പോൾ കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ട് മനസ്സിലാക്കി പ്രതികരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. സോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.